ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് സിൻഡ്രല്ല. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം അല്ലേ. വൺസ് ഇൻ എ സ്മോൾ ഹൗസ് ദർ ലിവ്ഡ് എ കൈൻഡ് ഗേൾ. വൺസ് ഒരിക്കൽ ഇൻ എ സ്മോൾ ഹൗസ് ഒരു ചെറിയ വീട്ടിൽ ദർ ലിവ്ഡ് എ കൈൻഡ് ഗേൾ. ദർ ലിവ്ഡ് ജീവിച്ചിരുന്നു എ കൈൻഡ് ഗേൾ ഒരു ദയാലുവായ പെൺകുട്ടി. വൺസ് ഇൻ എ സ്മോൾ ഹൗസ് ദർ ലിവ്ഡ് എ കൈൻഡ് ഗേൾ. ഒരിക്കൽ ഒരു ചെറിയ വീട്ടിൽ ഒരു ദയാലുവായ പെൺകുട്ടി ജീവിച്ചിരുന്നു. ഹെയർ നെയിം വാസ് സിൻഡ്രല്ല. ഹെയർ നെയിം അവളുടെ പേര് വാസ് സിൻഡ്രല്ല. സിൻഡ്രല്ല എന്നായിരുന്നു അവളുടെ പേര്. സിൻഡ്രല്ല എന്നായിരുന്നു. ഹെയർ ഫേസ് വാസ് ബ്യൂട്ടിഫുൾ ബട്ട് ഹെയർ ക്ലോത്ത്സ് വെയർ ഓൾഡ് ആൻഡ് ടോൺ. ഹെയർ ഫേസ് വാസ് ബ്യൂട്ടിഫുൾ. അവളുടെ മുഖം മനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ മനോഹരം. ബട്ട് ഹെയർ ക്ലോത്ത്സ് പക്ഷേ അവളുടെ വസ്ത്രങ്ങൾ, ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, വെയർ ഓൾഡ് ആൻഡ് ടോൺ. ഓൾഡ് പഴയത്, ടോൺ കീറിയത്. അവളുടെ വസ്ത്രങ്ങൾ പഴയതും കീറിയതുമായിരുന്നു. ഷി ലീവ്ഡ് വിത്ത് ഹെയർ സ്റ്റെപ്പ് മദർ ആൻഡ് 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. ഷി ലീവ്ഡ് അവൾ ജീവിച്ചിരുന്നു. വിത്ത് ഹെയർ സ്റ്റെപ്പ് മദർ അവളുടെ സ്റ്റെപ്പ് മദറിൻ്റെ കൂടെ. സ്റ്റെപ്പ് മദർ എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മയാണ്. ആൻഡ് 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മയുടെ മക്കളാണ്. അങ്ങനെ ഷി ലീവ്ഡ് വിത്ത് ഹെയർ സ്റ്റെപ്പ് മദർ ആൻഡ് 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അവളുടെ സ്റ്റെപ്പ് മദറിൻ്റെയും രണ്ടാനമ്മയുടെയും 2 മക്കളുടെയും പെൺമക്കളുടെയും കൂടെയാണ് ജീവിച്ചിരുന്നത്. ദേ വെർ വെരി അൺകൈൻഡ് ടു ഹെയർ. ദേ വെർ വെരി അൺകൈൻഡ്. അവരെങ്ങനെയുള്ളവരായിരുന്നു? ദേ വെർ അവരായിരുന്നു. എങ്ങനെയുള്ളവരായിരുന്നു? വെരി അൺകൈൻഡ്. കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയുള്ള, അൺകൈൻഡ് എന്ന് പറഞ്ഞാൽ ദയയില്ലാത്ത. വളരെ ദയയില്ലാത്തവരായിരുന്നു അവളോട്. എവറി മോർണിംഗ് സിൻഡ്രല്ല വോക്കപ്പ് എയർലി. എവറി മോർണിംഗ് എല്ലാ ദിവസം രാവിലെയും സിൻഡ്രല്ല വോക്കപ്പ് എയർലി. വോക്കപ്പ് ഉണരുക, എയർലി നേരത്തെ തന്നെ. എല്ലാ ദിവസം രാവിലെയും സിൻഡ്രല്ല നേരത്തെ ഉണർന്നു. ഷീ ക്ലീൻഡ് ദ ഫ്ലോർസ്. അവൾ ക്ലീൻ തുടയ്ക്കുക, ഫ്ലോർ നിലം. അവൾ നിലം തുടച്ച് വൃത്തിയാക്കി. ഷീ വാഷ്ഡ് ദ ഡിഷസ്. അവൾ വാഷ്ഡ് ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുക. അവൾ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി. ഷീ കുക്ക്ഡ് ഫുഡ് ആൻഡ് ഫോർ എവരി വൺ. ഷീ കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്തു. ഫുഡ് ഭക്ഷണം. ഫോർ എവരി വൺ അവൾ ഓരോരുത്തർക്കും ഭക്ഷണം പാചകം ചെയ്തു. ബട്ട് നോബഡി സെഡ് താങ്ക് യു. പക്ഷേ ആരും സെഡ് താങ്ക് യു നന്ദി പറഞ്ഞില്ല. അവളോട് നന്ദിയുള്ളവരായിരുന്നില്ല. അറ്റ് നൈറ്റ് ഷീ സ്ലെപ്റ്റ് നിയർ ദ കോൾഡ് ഫയർ പ്ലേസ്. അറ്റ് നൈറ്റ് രാത്രിയിൽ ഷീ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി. എവിടെയാണ് അവൾ ഉറങ്ങിയത്? നിയർ ദ കോൾഡ് ഫയർ പ്ലേസ്. ഫയർ പ്ലേസിലാണ് അവൾ രാത്രി കിടന്നുറങ്ങിയത്. ദാറ്റ് ഈസ് വൈ ഹെയർ നെയിം വാസ് സിൻഡ്രല്ല. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഹെയർ നെയിം എന്തായത്? സിൻഡ്രല്ല. അതായത് ആ ഫയർ പ്ലേസിലുള്ള ചാരം അതൊക്കെ അവളുടെ ദേഹത്ത് പുരണ്ടത് കൊണ്ടാണ് അവളെ സിൻഡ്രല്ല എന്ന് വിളിക്കുന്നത്. വൺ മോർണിംഗ് എ റോയൽ മെസ്സഞ്ചർ നോക്ക്ഡ് ഓൺ ദ ഡോർ. വാട്ട് ന്യൂസ് ഡിഡ് ഹി ബ്രിങ്? വൺ മോർണിംഗ് ഒരു ദിവസം രാവിലെ എ റോയൽ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മെസ്സഞ്ചറാണ്. നോക്ക്ഡ് ഓൺ ദ ഡോർ. നോക്ക്ഡ് എന്ന് പറഞ്ഞാൽ തട്ടുക. ഓൺ ദ ഡോർ വാതിൽ മുട്ടി വിളിച്ചു. വാട്ട് ന്യൂസ് ഡിഡ് ഹി ബ്രിങ്? എന്ത് ന്യൂസായിരിക്കും അവൻ കൊണ്ടുവന്നിട്ടുണ്ടാവുക? അത് എന്ത് ന്യൂസാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.